ഈ ഒരു ക്രാഷ് കാർഡിൽ കൂടെ തന്നെ ഇങ്ങനെ ഒരു സാധനം വെച്ച് സെറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് ഒരു ഐഡിയ വന്നു കേട്ടോ. എവിടെ ചെന്നാലും NS100 ആക്സസറീസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് കേട്ടോ, ഭയങ്കര കുറവ്. ഇതായിരിക്കും ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു സൈഡ് ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ചെറിയൊരു ഡെയിലി വ്ളോഗാണ്. എന്താണ് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ കാർബൺ ഫൈബർ ഡിപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ഒരു 1-2 വീഡിയോ മുന്നേ നമ്മൾ ഡെയിലി വ്ളോഗിലൊരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആദംസ് കസ്റ്റംസിലൊക്കെ പോയിട്ട്. അപ്പോൾ ആ വീഡിയോ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിക്ക് ഞാൻ നല്ലൊരു ക്രാഷ് കാർഡ് നോക്കുന്നുണ്ടെന്ന്. എവിടെ ചെന്നാലും NS100 ആക്സസറീസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് കേട്ടോ, ഭയങ്കര കുറവ്. ഷോപ്പിലായാലും ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ NS100 ആക്സസറീസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഷോക്കാണ് കേട്ടോ. കോമൺ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടും, പക്ഷേ നമുക്ക് ഈ ക്രാഷ് കാർഡൊക്കെ പോലെ നല്ലൊരു ക്രാഷ് കാർഡൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നി, നമ്മൾ ഈ ഒരു ഇരിക്കുന്ന ക്രാഷ് കാർഡുണ്ടല്ലോ, ഇതിപ്പോൾ സ്റ്റോക്ക് ക്രാഷ് കാർഡ് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു ക്രാഷ് കാർഡിൽ കൂടെ തന്നെ ഇങ്ങനെ ഒരു സാധനം വെച്ച് സെറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് ഒരു ഐഡിയ വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ക്രാഷ് കാർഡ് നോക്കിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ ക്രാഷ് കാർഡ് നോക്കിയപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഒരു ക്രാഷ് കാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 2500 ആയിരുന്നു അതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ സാധനം വന്നപ്പോഴത്തേക്കും ഫ്ലിപ്കാർട്ടിൽ കണ്ട ഫോട്ടോയും എൻ്റെ കയ്യിൽ സാധനം കിട്ടിയപ്പോൾ ഉള്ള സാധനവും തമ്മിൽ നല്ല അന്തരമുണ്ട് കേട്ടോ. ഞാൻ ഫോട്ടോയിൽ കണ്ട സാധനമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ഈ നമ്മുടെ ഈ നട്ട് ആൻഡ് ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്യുന്ന ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഫോട്ടോയിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഈ ഒറ്റ ജോയിൻറ്റിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്റ്റോക്ക് ഇളക്കുക, മറ്റേത് കയറ്റി വയ്ക്കുക, അത് ടൈറ്റ് ചെയ്യുക. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരുപാട് ക്ലാമ്പും ഒരുപാട് സ്ക്രൂവും ഫോട്ടോയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു സാധനം. അപ്പോൾ അത് അങ്ങ് റിട്ടേൺ അടിച്ചു. ഭാഗ്യത്തിന് ക്യാഷും കാര്യങ്ങളൊക്കെ തിരിച്ച് റീഫണ്ട് കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ഇപ്പം ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. സംഭവം ചെറിയൊരു പരിപാടിയാണ്, വലിയ പരിപാടിയൊന്നുമല്ല. പക്ഷേ എനിക്ക് ചെയ്തു നോക്കിയപ്പോഴത്തേക്കും നല്ല ഒരു രസമായിട്ട് തോന്നി. ഹായ് ഹായ്. അപ്പോൾ ഇത് ഏത് വണ്ടിയുടെ ക്രാഷ് കാർഡാണെന്ന് ചോദിച്ചാൽ, ക്രാഷ് കാർഡ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സ്റ്റോക്ക് തന്നെ അല്ലേ വിചാരിക്കും. നമ്മുടെ NS100 സ്റ്റോക്ക് ക്രാഷ് കാർഡുമായിട്ട് നല്ല സാമ്യമുണ്ട്, ഏകദേശം ആ ഒരു ഷേപ്പൊക്കെ തന്നെയാണ്. ഇത് എനിക്ക് തന്നത് നമ്മുടെ ഇവിടെ കുറേ പേരുണ്ടല്ലോ. ഇതെനിക്ക് തന്നത് നമ്മുടെ സനലളിയനാണ് കേട്ടോ, ഡ്യൂക്ക് സനലാണ് തന്നത്. ഞാൻ എൻ്റെ ഷോപ്പിൽ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഐഡിയ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ വെച്ച് നോക്കിയാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് വെച്ച് കാണിച്ചു തരാം. ഇതായിരിക്കും ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെ വരും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളെ സ്റ്റോക്കിൽ കൂടെ തന്നെ ഈ സാധനം ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്ത് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ വെൽഡിങ് വർക്ക്ഷോപ്പിലോട്ടാണ് ഞാൻ ഇപ്പോൾ പോകാൻ പോകുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വരും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല രസം കാണാൻ. അപ്പോൾ പെട്ടെന്ന് തോന്നുന്നൊരു ഐഡിയ ആണ്, ഇങ്ങനെ ഒരു സാധനം മേടിച്ചിട്ട് ഞാൻ OLX-ലൊക്കെ യൂസ്ഡ് സാധനം നോക്കിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സാധനം ആരെങ്കിലും വിൽക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മാച്ചായിട്ടുള്ളൊരു സാധനം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ സനലളിയൻ്റെ നെക്സ്റ്റ് ഗിയർ പോയപ്പോഴത്തേക്കും അളിയൻ്റെ അടുത്ത് ഐഡിയ പറഞ്ഞപ്പോഴത്തേക്ക് അളിയൻ എടുത്തോട്ടാന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ എടുത്തോളാൻ പറഞ്ഞു. ഇത് ഡ്യൂക്കിൻ്റെ ആണെന്നാണ് അളിയൻ പറഞ്ഞത് കേട്ടോ. ഇത് ഡ്യൂക്ക് ഏത് സീരീസ് ആണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഡ്യൂക്ക് BS3 ആണോ BS4 ആണോ അത് BS6 ആണോ എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ OLX-ലൊക്കെ ഇത് ഏതാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കറക്റ്റ് ഇതിൻ്റെ ഏതാണ് ഇതിൻ്റെ എക്സാക്റ്റ് മോഡൽ ഈ ഒരു ക്രാഷ് കാർഡ് വരുന്നത് എനിക്ക് അറിയാൻ വയ്യ. നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ 2 പീസുണ്ട്, അപ്പുറത്തെ ഇപ്പുറത്തെയും പീസൊക്കെ എടുത്തിട്ടുള്ളത് 2 ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. സക്സസ് ആവുമെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ പോകുന്നത് നമ്മുടെ പാപ്പാലിയാണ്, കിളിമാനൂർ പാപ്പാലോട്ടാണ് പോകുന്നത്. കാരണം നമ്മൾ അണ്ടർ ബെല്ലി നമുക്ക് സെറ്റ് ചെയ്യുന്ന ഒരു വെൽഡിങ് വർക്ക്ഷോപ്പ് ഉണ്ട് അവിടെ. ജസ്റ്റ് ഐഡിയ ഒന്ന് പറഞ്ഞു കൊടുക്കാം, അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ. എൻ്റെ ഐഡിയ അല്ല, എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ വരുമോ എന്ന് ചോദിച്ചാലും എനിക്കറിയത്തില്ല കേട്ടോ. നമ്മളെ ബജാജിൻ്റെ ഷോറൂം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അപ്പുറത്താണ് കേട്ടോ. അവിടെ സ്പ്രേ പെയിൻറ്റിങ് നമ്മുടെ ഈ വെൽഡിങ്ങുടെ ഒരുമിച്ചുള്ളൊരു ഷോപ്പാണ്. രണ്ട് ആൾക്കാരുടെയാണ്. പുള്ളി ഇപ്പോൾ അവിടെ ഉണ്ടാ എന്തോ കേട്ടോ, അറിയാൻ വയ്യ. ഒരു മാമ അവിടെ പുള്ളിയോടെ ഉണ്ടെന്ന് തോന്നണം, ചോദിച്ചു നോക്കട്ടെ. ആ പുള്ളി അല്ലേ എന്തോ കേട്ടോ. ഗ്യാസ് വെൽഡ് തിരക്കാണല്ലോ. തിരക്കുണ്ടാവാ? തിരക്കുണ്ടാ വേണ്ട. അതിൻ്റെ ക്രാഷ് കാർഡ് ഉണ്ടോ, അതിൽ ചെറിയൊരു പീസ് ഒന്ന് വെൽഡ് ചെയ്യണം, മുകളിലും താഴെ, അത്രയേ ഉള്ളൂ. എൻ്റെ വേറെണ്ണം ഇരിക്കണം, അതിൻ്റെ പിറത്ത് വേറെണ്ണം വെച്ച് അങ്ങ് വെൽഡ് ചെയ്താൽ വേറെ പണിയൊന്നുമില്ല. ഇതാണ് പീസ്. ഈ പീസ് ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്.
ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ്ട് ഇങ്ങനെ വെച്ച് മുകളിലും താഴെ നിന്ന് സ്പോട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? ആ, ഇത് കളയണം. പക്ഷേ എന്നാലേ കറക്റ്റ് ജോയിൻറ്റ്. പിന്നെ മാമൻ്റെ ഐഡിയ വെച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓ ഗൈസ് അപ്പോൾ സെറ്റ് പൊളിയാണ് കേട്ടോ. മുമ്പ് അണ്ടർ ബെല്ലി നമ്മളെ ഈ ഡോമിനൻ്റ് അണ്ടർ ബെല്ലി സെറ്റ് ചെയ്ത ഇവിടെ നിന്നാണ്. പക്ഷേ ഈ മാമൻ അന്ന് പരിചയം ഉണ്ടായിരുന്നു. പുള്ളി അല്ല, വേറെ ചേട്ടനാണ് കേട്ടോ അന്ന് ചെയ്തത്. ഇപ്പോൾ അങ്ങോട്ട് ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. ഇത് സംഭവം കണ്ട ഇങ്ങനെ വെച്ചൊന്ന് സെറ്റ് ചെയ്യണ ഐഡിയ. ആ, ഇത് താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഗൈസ് അപ്പോൾ സെറ്റാണ് കേട്ടോ. പുള്ളിക്ക് സംഭവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുള്ളി അടിച്ച് ചുരുക്കാന്നൊക്കെ പറയുന്നത്. പക്ഷെ ചുരുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഈ ഷേപ്പ് അങ്ങ് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന ഈ സാധനം കണ്ട, ഇത് രണ്ട് സൈഡ് രണ്ട് മോഡലിലാണ് കേട്ടോ ഇരിക്കുന്നത്. അതിൽ കുറച്ചുകൂടെ കാണാൻ കൊള്ളാം, ഇതിൽ വേറൊരു രീതിക്ക് ഇരിക്കുന്നത്. പക്ഷെ സാധനം രണ്ട് സെയിമാണ്, പക്ഷേ ഇതുപോലല്ല അതിൽ വരുന്നത്. അതെന്താണെന്ന് അറിയാൻ വയ്യ. ഡ്യൂക്കിൻ്റെയാണ്. പിന്നെ അതിൻ്റെ ട്രെലിസ് ഫ്രെയിം ആയതുകൊണ്ട് രണ്ട് സൈഡും രണ്ട് രീതിയാണെന്ന് അറിഞ്ഞു കേട്ടോ. ഏകദേശം ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യണം. വന്നുടനെ തന്നെ ചെയ്തിട്ട് പുള്ളിക്കാരൻ ഈ കാറിൻ്റെ എന്തോ ഗ്യാസ് വെൽഡോ അങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പോയിട്ട് പിന്നെ വരാനോ അല്ലെങ്കിൽ ഇപ്പോൾ സമയമില്ലെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല കേട്ടോ, പാവം. അപ്പോൾ തന്നെ എണീറ്റ് വന്ന്. അപ്പോൾ ഓൺ സൈഡ് സെറ്റായി കേട്ടോ. വിചാരിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. പുറത്തോട്ട് തള്ളിയുന്ന ആ ഒരു പീസ്, താഴത്തെ ആ സാധനം പുറത്തോട്ട് മാത്രമേ കട്ട് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ. മൊത്തത്തിൽ കട്ട് ചെയ്തില്ല. മൊത്തത്തിൽ കട്ട് ചെയ്താൽ ബാക്കിൽ ഹോളായി പോവും. ഇവിടെ ഇപ്പോൾ ആ ഒരു ക്ലോസ് നമ്മൾ കൊണ്ടുവന്ന് അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു എക്സ്ട്രാ പീസ് വെച്ച് അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. ഓക്കെയാണ്, സെറ്റാണ്. വിചാരിച്ച പോലെയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇതിനൊന്ന് പെയിൻ്റ് അടിച്ചൊന്ന് സെറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെയൊക്കെ ചെറിയ ഗ്യാപ്പൊക്കെ കാണുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഗ്രൈൻഡൊക്കെ ചെയ്ത് റെഡി ആക്കേണ്ടി വരും. അല്ലെങ്കിൽ സാൻഡ് പേപ്പർ അങ്ങനെ മേടിച്ച് ഉരയ്ക്കേണ്ടി വരും കേട്ടോ. വൺ സൈഡ് സെറ്റായി, കുഴപ്പമില്ല. ആ സൈഡും കൂടെ സെറ്റ് ചെയ്താൽ കറക്റ്റ് അറിയത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് വിചാരിച്ചേക്കാട്ടി കിടലായിട്ട് പുള്ളി ചെയ്തു തന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, സെപ്പറേറ്റ് ഒരു എക്സ്റ്റൻഷൻ കുറ്റിയൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് സെറ്റാക്കിയത്. ഞാൻ പുള്ളി ആദ്യം വെൽഡ് ചെയ്ത് ഇങ്ങനെ ആ ഒരു സെറ്റൊക്കെ ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര വൃത്തിയൊന്നും തോന്നിയില്ല. പക്ഷേ വെച്ച് സ്റ്റോക്കിൽ കൂടെ തന്നെ ഊരാതെ തന്നെ ചേർത്തൊക്കെ വെച്ച് നമ്മളെ ലെവലൊക്കെ നോക്കി വെൽഡൊക്കെ ചെയ്ത് പിന്നെ ഈ ഊരി എടുത്തതെന്ന് പറഞ്ഞില്ല, ഊരി എടുത്തിട്ട് പുള്ളി ഗ്രൈൻഡൊക്കെ ചെയ്ത് സെറ്റ് ആക്കി തന്നു കേട്ടോ. നല്ല രസമുണ്ട്, നല്ല വൃത്തിയാക്കി ചെയ്ത് തന്നു. വിചാരിച്ചേക്കാട്ടി നല്ല ഇതായിട്ട് പുള്ളി ചെയ്തു. ഇനിയിപ്പോൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി ഒന്നുകൂടെ ഇളക്കി സാൻഡ് പേപ്പർ വീട്ടിൽ ഉണ്ടെന്ന് തോന്നണം. അതും കൂടെ ഒന്ന് എടുത്തൊന്ന് ഉരച്ചൊന്ന് സെറ്റ് ആക്കണം കേട്ടോ. പിന്നെ കൈസ് ഇപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞത് വണ്ടി ഇതായിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഷ് കാർഡിൻ്റെ വർക്ക് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്രാഷ് കാർഡിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത് കേട്ടോ. ഞാൻ വെൽഡിങ്ങിൻ്റെ സംഭവം നമ്മുടെ വീട്ടിൽ സാൻഡ് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച്, ഇപ്പോൾ പിറ്റേ ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. സാൻഡ് പേപ്പറൊക്കെ ഇട്ട് ഉരച്ച് ഒന്ന് സ്മൂത്താക്കി നമ്മളെ സ്പ്രേ പെയിൻറ്റ് വാങ്ങി അടിച്ചിട്ടുണ്ട്. സ്പ്രേ പെയിൻറ്റ് കിട്ടിയത് മാറ്റ് ബ്ലാക്ക് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് വലിയ തിളക്കമൊന്നുമില്ല. പക്ഷേ സംഭവത്തിൻ്റെ ഒരു ലുക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. രസമുണ്ട് കാണാനായിട്ട്. വിചാരിച്ച പോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈഡ് ലുക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത്. ഞാൻ നമ്മുടെ ഫോണിലെടുത്ത ഷൂട്ടും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം, എന്നാലേ കറക്റ്റ് അറിയത്തുള്ളൂ കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്സും കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത്. കുറച്ചുകൂടെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ട് സൈഡിൽ ഇങ്ങനെ, പിന്നെ ഫ്രണ്ടിലോട്ട് ആ രീതിക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരെ ഫ്രണ്ട് ലുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത് കേട്ടോ. അത്യാവശ്യം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഞാൻ മൈൻഡിൽ വിചാരിച്ച ആ ഒരു സംഭവം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുള്ളി എനിക്ക് ചെയ്ത് തന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു സൈഡിൽ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇവിടെ ചെറിയൊരു കുറ്റി പോലൊരു സെപ്പറേറ്റ് പീസ് വെച്ചാണ് വെൽഡ് ചെയ്തത്. അതെനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേന്നില്ല കേട്ടോ. ഒരു സുഖം തോന്നിയില്ല. പക്ഷേ അപ്പോൾ ആ ഒരു സംഭവം ഞാൻ തിരിച്ച് പുള്ളിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് തന്നെ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ വെച്ച് കുറച്ചുകൂടെ ഒന്ന് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ബെൻഡ് ചെയ്ത് ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ സ്പോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഹോളൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ അടഞ്ഞു തന്നെ ഇരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ആ ഒരു ലുക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. കുറേ നാളുകൊണ്ട് വിചാരിക്കണം നല്ലൊരു ക്രാഷ് കാർഡ് വയ്ക്കണമെന്ന്. എവിടെ ചെന്നാലും ക്രാഷ് കാർഡില്ല, പിന്നെ എന്തോ ചെയ്യുന്ന സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കുന്നതല്ലാതെ. ശരിക്കും പറഞ്ഞാൽ വെൽഡ് ചെയ്ത് തന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അത്ര സുഖമൊന്നുമില്ല കേട്ടോ. കാരണം അതിൻ്റെ സ്പോട്ടിങ്ങും അതിൻ്റെ ഒരു ഗ്രൈൻഡിങ്ങും എല്ലാം കൂടെ ഒരു വൃത്തിയില്ലാത്ത പോലെയാണ് ഇരുന്നത്. ഇപ്പം വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ സാൻഡ് പേപ്പർ ഉണ്ടെന്നിട്ട് ഉരച്ചൊന്ന് സ്മൂത്തൊക്കെ ആയിട്ട് മാക്സിമം ഒന്ന് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഒന്ന് സ്മൂത്തൊക്കെ ആക്കിയിട്ട് തിരിച്ച് എടുത്ത് സെറ്റ് ചെയ്തപ്പോഴത്തേക്കും ഉള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനൊരു പീസ് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ എന്തായാലും ഓക്കെ ആയിട്ടുണ്ട്, സെറ്റാണ് സംഭവം. അപ്പോൾ ഈ ഒരു സൈഡും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു സൈഡ് ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. രണ്ട് സൈഡും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു ഡെയിലി വ്ളോഗാണ്. അത്ര ഭയങ്കര കണ്ടൻറ്റൊന്നും അല്ല. വീഡിയോ ആക്കണമെന്ന് ഞാൻ വിചാരിച്ചല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. രസമുണ്ട്, ഓക്കെയാണ് സംഭവം, സെറ്റ്. ഇനി ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.